ബി.ജെ.പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഹേളനവും അവഗണനയും അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഈ 5 വർഷത്തെ പെർഫോമൻസ്, അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും ആ പെർഫോമൻസിന് ഒരു നല്ലൊരു ശതമാനം വോട്ട് വരുന്നു. അപ്പൊ ഇവരാണെങ്കിൽ UDF-നെ പോലെ അല്ല, ഇവരാണെങ്കിൽ ബി.ജെ.പിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ബി.ജെ.പിയുടെ സാമ്പത്തിക വിരോധത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു നല്ല സാമ്പത്തിക മാനേജ്മെന്റിന്റെ ശക്തി ഉപയോഗപ്പെടുത്തി തുടർച്ചയായ ഇടപെടൽ നടത്തും. എതിർക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എതിർക്കുകയും മേടിക്കേണ്ട കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ സംസ്ഥാനത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ വാങ്ങിയെടുക്കാനും ഒരു കഴിവുള്ള ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അത് UDF-നെ കൊണ്ട് കഴിയില്ല എന്ന ഒരു വിലയിരുത്തൽ പൊതുവായിട്ട് ആളുകളെ വന്നു. നാലാമത് ഞാൻ കണ്ട ഒരു കാര്യം, മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ UDF ആര് നയിക്കും? ഇപ്പൊ പിണറായി വിജയൻ എന്ന നേതാവിനെ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അദ്ദേഹം കേരളത്തിൽ ഈ 10 വർഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയ നേട്ടവും മറുഭാഗത്തേക്ക് ചെന്നാൽ ആര്? അതിൽ ഇന്നലെ കെ സുധാകരൻ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരുണ്ടാക്കിയ കലാപങ്ങളും കോൺഗ്രസിൻ്റെ പ്രാദേശിക തലം വരെയുള്ള ആശയക്കുഴപ്പങ്ങളും കലാപങ്ങളും തമ്മിലടിയും നിങ്ങൾ കാണുന്നത് പോലെ കോൺഗ്രസ് ഏതെങ്കിലും ബൂത്തിൽ 4 പേര് കൂടിയിരുന്നതൊന്നും അല്ല. ഇപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള തമ്മിലടിയാണ്. ആ തമ്മിലടി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിലാകെ മുസ്ലിം ലീഗിന്റെ ഒരു സപ്പോർട്ടാണ് ശരിക്കും ഈ UDF-നെ നയിച്ചത്. കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടോ യോജിപ്പോ ഒന്നും അല്ല. അപ്പോൾ ഈ തമ്മിലടിക്കുന്ന ഒരു മുന്നണിക്ക് അല്ലെ ഒരു പാർട്ടിക്ക് ഒരു നേതാവിനെ കണ്ടെത്താൻ പോലും കഴിയത്തില്ല. അടുത്ത 5 വർഷവും ഇവിടെ അസ്വസ്ഥതകളായിരിക്കും. കേരളത്തിൻ്റെ ഇന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് അല്ലെ കേരളം നേരിടുന്ന പ്രശ്നങ്ങളെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് UDF-ന് ഇല്ല എന്നതും ജനങ്ങൾക്കിടയിൽ നല്ല ചിന്ത ഉണ്ടായിട്ടുണ്ട്. അഞ്ചാമത് എനിക്ക് തോന്നിയ കാര്യം, കേരളത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ UDF-നേക്കാൾ നല്ലത് LDF ആണ്. കാരണം മുസ്ലിം ലീഗ് ഉയർത്തുന്ന ന്യൂനപക്ഷ വർഗീയത, മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞാൽ ഉടനെ അത് മുസ്ലിങ്ങൾക്കെതിരാണെന്നാണല്ലോ മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് ഒരു വർഗീയമായ ഒരു ചേരിതിരിവിന് വേണ്ടി ന്യൂനപക്ഷ മേഖല നടത്തുന്ന ശ്രമങ്ങൾ, BJP ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും ജനങ്ങൾ ഭയപ്പെടുന്നു. കാരണം 10 വർഷം വർഗീയലാഭം ഇല്ലാതെ, ബഹുമാന്യ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 32 വർഗീയലാഭം കേരളത്തിൽ നടന്നെങ്കിൽ ഒരു വർഗീയലാഭം ഇല്ലാത്ത 10 വർഷം. അപ്പൊ ന്യൂനപക്ഷങ്ങളെ ഉപയോഗപ്പെടുത്തി വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ലീഗിന് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമത്തെയും ഹിന്ദു മേഖലയിൽ ഹൈന്ദവ വോട്ടുകൾ എങ്ങനെയും ലഭ്യമാക്കി വർഗീയമായ ചേരിതിരിവുണ്ടാക്കി കേരളത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നിപ്പുണ്ടാക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങളും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മതേതര ജനാധിപത്യ സംവിധാനം നിലവിൽ LDF-ൻ്റെതാണ്. എല്ലാ മതവിശ്വാസികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാനും ജീവിക്കാനും വിശ്വസിക്കാനും കഴിയുമെന്ന തരത്തിൽ ഒരു നല്ല നീക്കം കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ ഭാഗത്തുണ്ടാകും. ഏഴാമത്തെ കാര്യം എനിക്ക് തോന്നിയത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വല്ലാത്ത തെറ്റിദ്ധാരണ UDF ഉണ്ടാക്കി. എന്നാൽ ആ UDF ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഏശിട്ടില്ല. അത് ഞങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള തീരുമാനങ്ങളും ഞങ്ങളുടെ ക്യാമ്പയിനുകളും ന്യൂനപക്ഷ മേഖലയിൽ നിന്ന് നല്ല പിന്തുണ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ പാർലമെന്റിലും പഞ്ചായത്ത് ഇലക്ഷൻ ചില സ്ഥലങ്ങളുണ്ടായ ക്ഷീണം അതിജീവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാരണങ്ങളാൽ ഒരു സംശയം വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം സംസ്ഥാനത്ത് ലഭിക്കും. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 8 സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 2 ടൈം ഞങ്ങൾ ജയിച്ചു. ആലപ്പുഴ ജില്ലയിലെ രാഷ്ട്രീയ ബലാബലം എടുത്ത് പരിശോധിച്ചാൽ നേരത്തെ UDF-നും LDF-നും 2 തുല്യ രാഷ്ട്രീയ സ്വാധീനമുള്ള ജില്ലയായിരുന്നു. അത് മാറി. 2014 തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളത് മാറ്റി ഒരു മെജോറിറ്റി ഉള്ള സംവിധാനമായി ഇടതുപക്ഷ മുന്നണി മാറി. എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ ഭൂരിപക്ഷമായി. ആ ഭൂരിപക്ഷ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും 10 വർഷമായി MLA-മാരും അല്ലെങ്കിൽ 5 വർഷം MLA-മാർ നടത്തുന്ന പെർഫോമൻസും ചേർത്താൽ ഒരു സംശയവും വേണ്ട, 8 അസംബ്ലി മണ്ഡലങ്ങളും ഞങ്ങൾ തുടരും. പതിവില്ലാതെ ഹരിപ്പാട് മണ്ഡലത്തിൽ നല്ല മത്സരമാണ് ഇപ്രാവശ്യം കാഴ്ചവെച്ചിട്ടുള്ളത്.
കാരണം സാധാരണ ബി ജെ പിയുടെ വോട്ട് അവിടെ മറിഞ്ഞു പോകും. ആ വോട്ട് ഈ പ്രാവശ്യം ബി ജെ പി പിടിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ബി ജെ പി വോട്ട് നന്നായി അവർ വോട്ട് പിടിച്ചാൽ ഒരു അട്ടിമറി വിജയം തന്നെ ഹരിപ്പാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആലപ്പുഴ ജില്ലയിൽ അത്ഭുതപൂർവമായ മാറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ പലരും വിചാരിക്കും അവിടുത്തെ പ്രചരണം കണ്ടപ്പോൾ, ഈ വണ്ടികളുടെ എണ്ണം കൂടുതൽ കണ്ടപ്പോൾ, സാമ്പത്തിക ഒഴിവാണല്ലോ, ബി ജെ പി കോൺഗ്രസും പൈസ ഒഴുകുകയാണല്ലോ. എവിടുന്നാണ് ഈ പണം എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. ഇത്രയും പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചൊരു കാലമുണ്ട്. ഈ പണമെല്ലാം കണ്ട്, അതിന്റെ പ്രചരണങ്ങളെല്ലാം കണ്ട് ഈ ചെങ്ങന്നൂരൊക്കെ പണം ഇങ്ങനെ വാരി എറിയുകയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ ആൾക്കൊരു ചെറിയ ഉപഭ്രാന്തി പോലെ ഉണ്ട്. ഇവരൊക്കെ ഇത്രയും പണം കണ്ട് ഇത്രയൊക്കെ ജയിച്ചു പോകുമോ എന്നൊരു സംശയം. ഒരു കാരണവശാലും ആലപ്പുഴ ജില്ലയിലെ രാഷ്ട്രീയ ബലാബലത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മികച്ച വിജയമായിരിക്കും ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നേടാൻ പോകുന്നത്. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഞങ്ങളുടെ രാഷ്ട്രീയ ഭൂരിപക്ഷ ഭൂമിയിൽ ഒന്നും യു ഡി എഫിന് കടന്നു കയറാൻ കഴിഞ്ഞു. ഉദാഹരണം കുട്ടനാട്, കായംകുളം, അരൂര്, അമ്പലപ്പുഴ, ഇങ്ങനെ ഞങ്ങളുടെ രാഷ്ട്രീയ ഭൂമികയിലൊന്നും ഞങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് യു ഡി എഫിനും ബി ജെ പിക്കും ഉണ്ടായിട്ടില്ല എന്ന വ്യക്തമായ ധാരണ തന്നെ ഞങ്ങൾക്കുള്ളത്. കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്.